മന്ത്രിസഭാ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിക്കില്ല. അൻവർ സാദത്തിന് പകരം IC ബാലകൃഷ്ണന് സാധ്യതയെന്നും വിലയിരുത്തൽ. ടി സിദ്ദിഖിന്റെ കാര്യം അനിശ്ചിതത്വത്തിൽ. അതേസമയം 2.5 വർഷം ടേം വ്യവസ്ഥയിൽ തർക്കം. അനൂപ് ജേക്കബും മാണി സി കാപ്പനും പ്രതിഷേധത്തിൽ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം വിനീഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, നാളെയാണ് സത്യപ്രതിജ്ഞ. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു ധാരണ എത്തിയിട്ടില്ല. ഘടകകക്ഷികൾ ഉടക്കിലാണ്, പിണക്കത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ഒപ്പം കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിലും ആഭ്യന്തര വകുപ്പൊഴികെ മറ്റൊന്നിലും ഒരു നിശ്ചയമായിട്ടില്ല അല്ലേ? KP തീർച്ചയായും വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മന്ത്രിസഭാ രൂപീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം അത് വലിയ രീതിയിൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത്, നേരത്തെ 2 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു രമേശ് ചെന്നിത്തല. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് തന്നെ മന്ത്രിസഭയിലേക്ക് എടുക്കണം, അതോടൊപ്പം തന്നെ 2 പേരെ, താൻ നിർദ്ദേശിക്കുന്ന 2 പേരെ കൂടി മന്ത്രിസഭയിലേക്ക് എടുക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. തനിക്ക് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ താൻ നിർദ്ദേശിക്കുന്ന 2 പേരും IC ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ അൻവർ സാദത്തുമായിരുന്നു ഈ മുന്നോട്ട് വെച്ചതെങ്കിൽ ആ നിർദ്ദേശം ഇപ്പോൾ അപ്പാടെ തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് അൻവർ സാദത്തിന് പകരം IC ബാലകൃഷ്ണൻ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഫോർമുല വന്നിരിക്കുന്നത്. അൻവർ സാദത്തിനെ മന്ത്രിസഭയിലേക്ക് എടുക്കില്ല എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടി സിദ്ദിഖിൻ്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ടി സിദ്ദിഖ് KC വിഭാഗക്കാരാണ്, KC നിർദ്ദേശിച്ച ആളാണ്. ടി സിദ്ദിഖിൻ്റെ കാര്യത്തിലും ഇപ്പോൾ അനിശ്ചിതത്വം തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ 2 പേരുകൾ IC ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ അൻവർ സാദത്തിനെയും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന ആ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ അതിനെ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇനിയും സമവായ ചർച്ചകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു വട്ടം കൂടി മിക്കവാറും പ്രതിപക്ഷ നേതാവ് ഒരു വട്ടം കൂടി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ മന്ത്രിസഭാ രൂപീകരണം വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലാണ് തുടരുന്നത്. ഇപ്പോഴും ഘടകകക്ഷികളുമായി തന്നെ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമടക്കം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നൊക്കെയാണ് അറിയിക്കുന്നത്. മാത്രമല്ല ടേം വ്യവസ്ഥ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ആ ടേം വ്യവസ്ഥയിലടക്കം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രശാന്ത്, എല്ലാവരും എല്ലാ ഗ്രൂപ്പുകളും തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, എത്ര പേർക്ക് മന്ത്രിസ്ഥാനം വേണം എന്നുള്ള നിലപാട് ഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും ടേം വ്യവസ്ഥയിലല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം മന്ത്രിമാരുടെ എണ്ണം അത്രത്തോളം വരില്ല. കാരണം ഓരോ ഗ്രൂപ്പും ആവശ്യപ്പെടുന്നതനുസരിച്ച്, ഓരോ വിഭാഗവും ആവശ്യപ്പെടുന്നതനുസരിച്ച് അങ്ങനെ വാരിക്കോരി നൽകാൻ ഈ വകുപ്പുകൾ ഇല്ലല്ലോ ഈ മന്ത്രിസഭയിൽ. പക്ഷേ ഈ ടേം വ്യവസ്ഥ നിരാകരിക്കുന്ന സമീപനമാണ് അനൂപും ഒപ്പം മാണി സി കാപ്പനടക്കം പുലർത്തുന്നത് അല്ലേ? KP തീർച്ചയായും നിലവിൽ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാണി സി കാപ്പനായാലും ശരി, അനൂപ് ജേക്കബായാലും അത് നിരാകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടേതായിട്ടുള്ള വാദഗതികൾ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായി തന്നെ നടക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏകദേശം തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചതെങ്കിൽ അതിൽ അക്കാര്യത്തിനും അടക്കം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കും തീരുമാനമുണ്ടാകുമെന്നടക്കമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഇത്തരത്തിൽ ഈ പാർട്ടിക്ക് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഘടകകക്ഷികളും ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തുള്ളിൽ പാണക്കാട് ഹൗസിലേക്ക് പോവുകയും ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്, അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഗവർണർക്ക് മുൻപിൽ ഇത്തരത്തിൽ ഈ പൂർണ്ണമായിട്ടുള്ളൊരു പട്ടിക, മന്ത്രിമാരുടെ പൂർണ്ണമായിട്ടുള്ള വകുപ്പും പട്ടികയും നൽകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞതെങ്കിൽ അത് കുറച്ചുകൂടി നീണ്ടുപോകാൻ സമയം എടുക്കാൻ സാധ്യത. വൈകിട്ടോട് കൂടിയേ മിക്കവാറും ഇക്കാര്യങ്ങളെല്ലാം ഒരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രശാന്ത്, നാളെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ച സ്ഥിതിയിൽ ഇന്ന് തന്നെ ഈ പട്ടിക കൊടുക്കേണ്ടതുണ്ട്, ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിയാത്ത സാഹചര്യത്തിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഓരോ ഗ്രൂപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്താവും എന്നതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു ചർച്ചകൾ, അവസാനവട്ട ചർച്ചകൾ എന്ന നിലയിൽ ഒരിക്കൽ കൂടി ഈ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ മറ്റ് തീരുമാനങ്ങൾ. ഇനി ഒരു സമവായം ഉണ്ടെങ്കിൽ ആ സമവായം ഏത് തരത്തിലായിരിക്കും ഈ അനൂപ് ജേക്കബിനെ ആയാലും ശരി, മാണി സി കാപ്പനെ ആയാലും ശരി അനുനയിപ്പിക്കുന്ന നിലയിലേക്കൊക്കെ എത്തുകയുള്ളൂ. എന്തായാലും മന്ത്രിസഭാ രൂപീകരണത്തിലെ അനിശ്ചിതത്വം വലിയ രീതിയിൽ തുടരുന്ന സാഹചര്യമാണ്. രമേശ് ചെന്നിത്തലയായാലും ശരി, കെ സി വിഭാഗത്തെയായാലും ശരി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. KP. യെസ്, മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. മന്ത്രിസഭാ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തിരക്കിട്ട കൂടിയാലോചനകൾ, തിരക്കിട്ട ചർച്ചകൾ, തിരക്കിട്ട സമവായ നീക്കങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.